എൻ്റെ പേര് ജോമോൻ എന്നാണ്. കുറേ നാളുകളെ കൊണ്ട് ശരീരത്തിൽ അസഹ്യമായ ചൊറിച്ചിലുകൾ, തിളച്ചുതണുപ്പ് വരും. കണ്ണ്, മുഖത്ത്, പിന്നെ കൈകളിലെ കൈകളിലൊക്കെ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. പല ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോയി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. കുറേ നാൾ മരുന്ന് കഴിക്കും, പക്ഷേ ആ സമയത്ത് ഇതുപോലെ ഉണ്ടാവും. പിന്നെ ചില ഭക്ഷണങ്ങൾ ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ സ്കിൻസോൺ ഹോസ്പിറ്റലിൽ വന്നത്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കുറേ നാൾ ഗുളിക കഴിക്കേണ്ടി വന്നു. ഇപ്പോൾ ഓട്ടോലോഗസ് സെറം തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സ ചെയ്യുന്നുണ്ട്. ബ്ലഡ് എടുത്ത് ഇത് ചെയ്ത് ബ്ലഡ് അത് തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു രീതിയാണത്. ഇപ്പം നല്ല മാറ്റമുണ്ട്. ഏകദേശം 9 ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. 3 എണ്ണം എടുത്തപ്പോൾ തന്നെ അതിൻ്റേതായ മാറ്റം ഉണ്ടായി. ഇപ്പം 9 എണ്ണം പൂർണ്ണമാകുമ്പോഴത്തേന് അതിൻ്റേതായ മാറ്റം ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ട്. ജോമോന്റെ കേസിൽ അതൊരു സ്കിൻ അലർജി ആയിരുന്നു. ക്രോണിക് അർട്ടിക്കേരിയ എന്നാണ് അതിന്റെ പേര്. അതായത് 6 ആഴ്ച കൂടുതൽ നിൽക്കുന്ന ദേഹത്ത് മൊത്തം ചൊറിഞ്ഞ് തടിച്ചു വരുന്ന ഒരു അസുഖമാണ് ക്രോണിക് അർട്ടിക്കേരിയ. ഇത് പ്രൊഫഷണലി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ഉറക്കം പോലും നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ഒരു 3-4 ആഴ്ച ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്ററായി. അപ്പോൾ പതുക്കെ ഞാൻ ഇമ്യൂണോസപ്രസന്റ് കുറച്ചു. ഇപ്പൊ ആഴ്ചയിൽ 1 ആയിരിക്കുന്നു. ഇതിനകത്ത് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ചൊറിച്ചിലുണ്ടാവാതെ അല്ലെങ്കിൽ പ്രൊഫഷണലി പേഴ്സണൽ ലൈഫിൽ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവാതെ അർട്ടിക്കേരിയ എന്നുള്ള അസുഖം കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനൊരു ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് ഇത് മാറുക അങ്ങനെയല്ല. ചെറിയ പാടുകൾ വന്നാലും അത് ചൊറിച്ചിലുണ്ടാവാതെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ ട്രീറ്റ്മെന്റിന്റെ ഉദ്ദേശം. അതേപോലെ മരുന്നിന്റെ ഡോസ് കുറയ്ക്കാനും പറ്റും.